ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷിതയ്ക്കാണെങ്കിലും മഹേഷിനാണെങ്കിലും പരസ്പരം എന്തോ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടുപേരും തൊട്ടു മുമ്പ് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. രണ്ടുപേരുടെ മനസ്സിലും എന്തൊക്കെയോ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇഷിത അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. മഹേഷ് ആണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചെറിയമ്മയുടെ മോളെ നമ്മുടെ ഇഷിത ഒരുക്കുവാണ്. ഈ ലെഹങ്ക ഇടുന്നതിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ കേൾക്കണ്ട, അമ്മയല്ലേ പറയുന്നത് ലെഹങ്ക മതിയെന്ന് ഇഷിത ചോദിച്ചു. ഇളയമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ട പാലം നടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാലും പ്രിയാമണി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഏക സപ്പോർട്ടിങ് ക്യാരക്ടറാണെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ ആരാടിയെന്ന് ചോദിച്ചു ഇഷിത. അച്ഛനോ, നീ എന്താ അതൊക്കെ വിട്ടുകളഞ്ഞത്? ഇപ്പം തന്നെ ഞാനിത് അച്ഛനോട് പറയാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സോറി എൻ്റെ നാക്കൊന്ന് പിഴച്ചു പോയതാ, ഒന്ന് ക്ഷമിക്കെൻ്റെ ചേച്ചി എന്ന് സുചിത്ര പറയാം കേട്ടോ. അപ്പോൾ കാര്യം കാണാൻ കാലു പിടിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ പ്രിയ ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ വിവാഹം നടക്കില്ലായിരുന്നു, വിവേകിനെ തനിക്ക് കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടയുടെ മുന്നിൽ കരയുമ്പോൾ അയ്യോ ഇങ്ങനെയൊന്ന് കരയല്ലേ, കൺമഷി തെറിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് ചേച്ചിയോടും ഒക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവരവിടെ ഇരുന്ന് ഇങ്ങനെ റെഡി ആകുന്നു. ഈ സമയത്ത് ഇവിടെ മാഷ് ടെൻഷൻ അടിച്ച് കിടക്കുക. പ്രിയേ പിള്ളേർ വന്നില്ലല്ലോ, പ്രിയ ഇത് എന്തൊരു ഒരുക്കോ പ്രിയ എന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ, ചെറുക്കൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന സ്ത്രീകളെ പെണ്ണിനെ ശരിക്കും ശ്രദ്ധിക്കും, അപ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ നിൽക്കണ്ടേ, കുറ്റം പറയാനുള്ള ചാൻസ് ഒന്നും നമ്മൾ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ കാണാൻ വന്നപ്പോൾ അന്നുവല്ല ഒരുക്കങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് മാഷ് പ്രിയയോട്. സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം, ചന്ദ്രികയ്ക്ക് എന്തിന് വൈഢൂര്യം എന്നൊരു പാട്ടങ്ങ് പാടി. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ പിള്ളേർ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പിള്ളേരാണെങ്കിൽ അവിടെ ഭയങ്കര ഒരുക്കം. എൻ്റെ പൊന്നെയും മതി എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതി അന്നേരം പറയാം, ചേച്ചി ഒരു കല്യാണപ്പെണ്ണ, നമ്മൾ ഒരേ പന്തലിൽ ഒരുമിച്ചാ കേട്ട, അപ്പം ആ രംഗം ചേച്ചി ഒന്ന് ആലോചിച്ചേ എന്നിങ്ങനെ പറഞ്ഞപ്പം അങ്ങനെയുള്ള ചിന്തയും സ്വപ്നമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടു നടന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല എന്ന് ഇഷിത. സ്വപ്നങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിലേ എൻ്റെ പണി നടക്കില്ല എന്ന്. അതൊക്കെ കേട്ട് ഇങ്ങനെ സുചിത്രമായിട്ട് നിൽക്കുക കേട്ടോ. വിവേക് നിന്റെ ഡ്രസ്സിൻ്റെ നിറത്തെ പറ്റി വലിയ ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല, പിന്നെ പറഞ്ഞാലും ഞാനത് സ്വീകരിക്കില്ലെന്ന് അവനറിയാലോ, എങ്കിലും ഞാനതിൻ്റെ ഫോട്ടോയ്ക്ക് അവൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പാവം അല്ലേ വിവേക് എന്ന് ചോദിച്ചപ്പം ഇല്ലെങ്കിൽ എൻ്റെ വലയിൽ അവൻ വീഴുവോ, ശുദ്ധ പാവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതേ വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നൊരു ഭാര്യ കൺസെപ്റ്റ് ഒന്നും അവനില്ല, അങ്ങനെ ഞാൻ ആവില്ലെന്ന് അവൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവരതെല്ലാം പറഞ്ഞ് തമാശയൊക്കെ ആയിട്ട് നിൽക്കുക. ഈ സമയത്ത് ആഷുവിൻ്റെ കോൾ വരുന്നത്. ആഷു ആണെന്നും പറഞ്ഞു ആഷു കോൾ എടുത്തു. മോളെ ഞങ്ങളിത് ഇറങ്ങാടി എന്ന് പറഞ്ഞു. നിങ്ങളിത് എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ എൻ്റെ അടുത്ത് എത്തിയെന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞു പ്രിയയോട് കാര്യം പറയാം ആഷ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെൺകുട്ടികൾ രണ്ടുപേരും കൂടെ ഒരുങ്ങി വന്നു. എൻ്റെ പ്രിയാമണി താനെന്താ പെണ്ണല്ലേ എന്ന് ചോദിച്ചു. ആ പിള്ളേരെ ഒരുങ്ങി വന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിവേകിൻ്റെ വീട്ടുകാരാരാണെന്നറിയോ? അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മഹേഷിൻ്റെ ഫാമിലി ആയിരുന്നു. അപ്പം വിവേക് ഇവരെ നോക്കി നിൽക്കുക. നീ ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നോ എന്ന് സ്വപ്നം വന്ന് ചോദിച്ചപ്പോൾ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചു വിവേക്. അപ്പം മഹേഷ് ഓഫീസിൽ പോയി അവിടെ എത്തിക്കോളാന്നാ പറഞ്ഞെന്ന് പറയുമ്പം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. എടാ ഞാനും ഉണ്ട് കേട്ടോ, കണ്ടു, ചേച്ചി വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ചേച്ചി സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്തേനെ എന്നൊക്കെ വിവേക് പറയാം. അതല്ലേ ഞാൻ ഇന്നലെ ഇങ്ങ് എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവേകിൻ്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വപ്നത്തിൻ്റെ മകൾ പറയാം. പിന്നെ ചിപ്പി അങ്കിൾ കല്യാണം കഴിക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ കല്യാണം കഴിക്കുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറാൻ പറഞ്ഞതേ എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ എല്ലാവരുമായിട്ട് ചേർന്നൊക്കെ ഇരിക്കുന്നു, ജ്യൂസ് കുടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് കുറച്ച് ജ്യൂസ് അവൾക്കൂടെ കൊടുക്കുക. ആ സമയത്തെങ്കിലും അവളൊന്നും മിണ്ടാതിരിക്കുമല്ലോ എന്നും പറഞ്ഞ് മകളെക്കുറിച്ച് സ്വപ്നം പറഞ്ഞപ്പോൾ അമ്മ എന്തേ പറയുന്നത്, ഞാനത് അത്രയ്ക്ക് വായാടിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ മോളെ അമ്മ അങ്ങനെ കരുതോടാ എന്ന് സ്വപ്നം. രാമൻ വേണം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അല്ല സ്വപ്നം വാരഫലം നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ സമാധാനമായെന്ന് പറയുന്നു രാമൻ. അപ്പോൾ ഇവരിൽ നിന്ന് ചിരിക്കാം.
വാലഭരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ എന്ന് മകള് പറഞ്ഞപ്പം നിനക്ക് എന്നോട് അത്രയ്ക്ക് ശത്രുതയാണോ എന്ന് അച്ഛനോട് മകള് ചോദിച്ചു, മകളോട് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അങ്കിൾ ഈയിടെയായിട്ട് കുറേ അമ്പലങ്ങളിലൂടെ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നതേ ഉള്ളൂ. അതോ ദുർസ്വപ്നം കണ്ടതിന്. അപ്പോൾ അതെ, നിങ്ങളെല്ലാവരും പിക്നിക്കിന് വന്നതാണോ? പിന്നെ ഇവൻ്റെ പെൺകുട്ടി വരികയാ, അതിൻ്റെ കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവൻ്റെ പെൺകുട്ടിയെ മാത്രമേ ഇവനറിയൂ, അച്ഛനാരാ അമ്മയാരാ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. കണ്ണ് കാണാത്തത് കൊണ്ട് മറ്റാരെയും കണ്ടില്ല അല്ലേടാന്ന് ചോദിച്ചപ്പം അതെ, സുചിത്രയ്ക്കും കണ്ണ് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവരിവിടെ വരുമ്പോൾ കണ്ണ് കാണാതാവുമോ വിവേകേ എന്ന് സ്വപ്നം ചോദിക്കുക കേട്ടോ. പെൺവീട്ടുകാരുടെ സ്വഭാവം, മറ്റു കാര്യങ്ങൾ, ബന്ധുബലം എല്ലാം ഞാൻ ചെയ്യും. എന്താണെന്ന് ചോദിച്ചപ്പം എല്ലാ അധികാരവും ഞാൻ അമ്മായിക്ക് തന്നിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, അവർക്കൊക്കെയുള്ള ആഹാരമോ അതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിവേക്. എന്നാൽ പിന്നെ നമുക്ക് മുകളിൽ ഇരിക്കാം വാന്നും പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറി പോവാം. അപ്പോൾ ഇവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ എല്ലാ അധികാരവും നീ അവൾക്ക് വിട്ടുകൊടുത്തു അല്ലേ? പട്ടാള മേധാവിക്ക് ഭരണം കൊടുത്തതുപോലെയാ കാര്യങ്ങൾ. അയാൾക്ക് ബോംബ് പൊട്ടിക്കാനേ അറിയും. സ്വപ്നവല്ലിയെന്ന് ഏത് ബോംബാണ് പൊട്ടിക്കുന്നതെന്ന് തമ്പുരാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിവേക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. രാമനകത്തേക്ക് കയറിപ്പോയി. ഇതൊന്നും അറിയാതെ ഇവരെല്ലാവരും കൂടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ചിരിയും കളിയും സന്തോഷവും ഒക്കെ ആയിട്ട് വണ്ടിയിലാണെങ്കിലും സെൽഫി എടുക്കൽ, അതുപോലെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവരങ്ങോട്ടങ്ങ് പോണത്. അപ്പോൾ ഈ വരുന്നവർ ഇവരാണെന്നും അവിടെ ഇരിക്കുന്നവർ അവരാണെന്നും ഒന്നും അറിയില്ല. പിന്നെ ഇവരൊരു റെയിലെടുക്കുന്നു. അങ്ങനെ ഇവർ നല്ല ഫുൾ ജോളി ട്രിപ്പായിട്ട് തന്നെ അതങ്ങ് എടുത്തു. ഫുൾ ഹാപ്പിയാണ്. പിന്നെ നല്ല പൂ കണ്ടപ്പോൾ പൂ പറിക്കുന്നു, പിന്നെ തലയിൽ വെക്കുന്നു, പിന്നെ അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്നു. പറയാൻ പാടില്ലാത്ത അത്ര ഇവർ സന്തോഷിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങനെ അവിടെ കഴിഞ്ഞു. പിന്നെ ഇവർ പോവുകയാണ്. ഇവർ പോകുന്ന സമയത്ത് പിന്നെ വല്യമ്മയോട് ചിപ്പി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ആൻറ്റിയുടെ ഹസ്ബൻഡ് എന്നാ വരാത്തേ എന്നൊക്കെ. ഹസ്ബൻഡോ അങ്കിളെന്ന് പറ, അങ്കിൾ എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കൊച്ചുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് വിവേക് അങ്ങോട്ടേക്ക് വന്നു. വിവേക് വന്നപ്പോൾ എടാ മഹേഷ് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനിപ്പോൾ വരുന്നോളൂ എന്നും വിവേക് ചേച്ചിയോട് പറയാം. സുചിത്രയുടെ ആരൊക്കെ കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു പറഞ്ഞപ്പം നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? അപ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് വിവേക്. ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചപ്പം അത് സുചിത്രയാണെന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ടൈം ഞാനത് സെറ്റ് ആക്കിയില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ആണോ എന്ന് ചോദിച്ചപ്പം അല്ല, തേർഡ് ടൈം ആണെന്ന് പറഞ്ഞു. ഓഹോ, നിൻ്റെ മുന്നിൽ ഇതൊക്കെ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ പിടികൊടുക്കാൻ നടന്നാന്ന് പറഞ്ഞപ്പോൾ നീ ലക്കിയാടാ. പിന്നെ എന്തായാലും നീ എന്നെപ്പോലെ അല്ലല്ലോ എന്ന് ചേച്ചി പറയാം അനിയനോട്. അപ്പോൾ അത് കേട്ടപ്പോൾ ചേച്ചി അതെന്നാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലടാ, ഒന്നുമില്ല, എല്ലാത്തിനും ഒരു ഭാഗ്യമൊക്കെ വേണം, വിധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അളിയന് ഇപ്പോൾ ഒരു മാറ്റമല്ലേ ചേച്ചിയെന്ന് ചോദിച്ചപ്പം ഞാനിനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു. ഇവർ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് മഹേഷ് വീട്ടിലേക്ക് എത്തി. മഹേഷ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. മഹേഷ് ഇങ്ങനെ വന്ന സമയത്ത് മഹേഷിനോട് കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ചേച്ചി നിനക്ക് ഇനിയൊരു ജീവിതം ഉണ്ടോടാ? കമ്പനി പണി എന്ന് പറഞ്ഞോട് നടപ്പല്ലേടാന്നൊക്കെ ചോദിച്ചു. ചേച്ചി വഴക്ക് പറയാം. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഇവന് വിവാഹം ആലോചിക്കാനല്ലേ എന്ന് ചോദിച്ചപ്പം അവരൊന്നും വന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി എന്ന് വിളിച്ച് ചിപ്പി ഓടി വന്നു. ഡാഡിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കാം. കളിക്കാൻ ചിപ്പിക്ക് ടെടിയെ കിട്ടിയല്ലോ, അപ്പോൾ വിവേകങ്ങൾ വാങ്ങിച്ച് തന്നതാ എന്ന് ചിപ്പി പറഞ്ഞു. ഡാഡി വിവേകങ്ങളിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഡാഡിയുടെ കല്യാണം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. വിവേകം ഒരൊറ്റ ഓട്ടം. ചിപ്പി അങ്ങ് പോയി കഴിഞ്ഞപ്പം നിനക്ക് ആവശ്യമില്ലെങ്കിൽ നിന്റെ വിവാഹം ചിപ്പിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ചേച്ചി. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോടാന്ന് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ ആരെ കൊണ്ടു നടക്കാനാണെന്ന് ചോദിച്ചപ്പം നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, അതാരാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഇഷിതയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക. അയ്യോ ഇത് മനസ്സിലുള്ള പെൺകുട്ടിയൊന്നുമല്ല, നമ്മുടെ നൈബറാ ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞപ്പം നല്ല കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. എക്സ്ട്രാ ഡീസൻ്റാ. ചിപ്പിയുടെ പ്രിയപ്പെട്ട ക്യാപ്പോ ചിപ്പിയുടെ അമ്മയെ പോലെ CUP എന്ന് മഹേഷ് പറഞ്ഞു കൊടുക്കുക. നല്ല സുന്ദരിയാ, വിജ്ഞാനമുള്ളവളാ, ആരും ഇഷ്ടപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതയോടുള്ള ആ ഒരു ഇഷ്ടം ഇങ്ങനെ ചേച്ചിയോട് തുറന്നു പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് കറക്റ്റാ, ഡോക്ടർ ഇഷിത ചിപ്പിയുടെ അമ്മയെപ്പോലെ സുന്ദരിയ, കിട്ടി മിടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ അവർ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇവർ
വരുന്ന സമയത്ത് ഒരു കരിക്കൻ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. ഈ സമയം വിവേകാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വന്നപ്പോൾ എടുത്തു. പെണ്ണിനെ കാണാതെയുള്ള ടെൻഷനായിരിക്കും, എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഫോൺ എടുപ്പിക്കുന്നു. അപ്പോൾ ഹലോ, അതെ നിങ്ങളത് എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ നീ പറഞ്ഞ സ്പോട്ടിൽ എത്താറായി കാണുമെന്ന് പറഞ്ഞു. ഞാനേ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എല്ലാവരും വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്നു. ഇവിടെ നേരം നമ്മുടെ സ്വപ്നം ഒരുക്കോ. അപ്പോൾ കൊച്ചു വന്നിട്ട് ചോദിച്ചു, അച്ഛമ്മ എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ കല്യാണാലോചനയല്ലേ, എവിടെയും പോണില്ല എന്ന് പറഞ്ഞു. അത് വിവേകങ്ങളിൻ്റെ അല്ലേ, അച്ഛമ്മയുടേതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിപ്പി ഇങ്ങനെ അച്ഛമ്മയെ അവിടെയിട്ട് വാരിക്കൊണ്ടിരിക്കുക. ആ സമയം നമ്മുടെ വിവേകിൻ്റെ അമ്മ വന്നു. വിവേകിൻ്റെ അമ്മ വന്നപ്പോൾ അവരെത്തിയാൽ നമ്മൾ കുറച്ച് പവർഫുള്ളായിട്ടൊക്കെ നിൽക്കണ്ടേന്ന് അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് പിന്നെ അവരോട് ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ സ്വപ്നോട് ഇരുന്ന് പറയാം. അമ്മ അങ്ങനെയൊക്കെ അവരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ ഇവർ പറയാം. അപ്പോൾ സ്ത്രീധനം ചോദിക്കും. സ്ത്രീധനം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പെൺപിള്ളേരെ പ്രേമിക്കാൻ വിടുന്ന കാലമാണ്, അതുകൊണ്ട് നമുക്കിതൊക്കെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവിടെ പുറത്ത് സുചിത്രയും അതുപോലെ നമ്മുടെ വിവേകം കൂടെയുള്ള ബന്ധത്തിനെ പറ്റിയും അതുപോലെ സ്ത്രീധനമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കപ്പും പറഞ്ഞ് എന്നെ തെറിയും വിളിച്ച് അവൾ സ്ഥലം വിടുമെന്നുള്ള കാര്യമൊക്കെ പറയാം. എന്നാൽ പിന്നെ അത് നേരത്തെ തന്നെ സ്വപ്നവല്ലിയോട് നീ പറഞ്ഞേക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാമൻ പറയാം. അപ്പോഴത്തേക്ക് മഹേഷ് ഇറങ്ങി വന്നു. അപ്പോൾ എടാ മഹേഷേ, നീ പറഞ്ഞ സ്വീറ്റ്സ് ഒന്നും വാങ്ങിയില്ലല്ലോ, മറന്നു. അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് ഞാനത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ പോകണ്ട, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, അവരെത്തുമ്പോൾ നീ സ്വീകരിച്ചിരുത്താനൊക്കെ പറഞ്ഞു മഹേഷ്. അപ്പോൾ വേഗം വന്നേക്കണേ, വരാമെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛനും കൂടെ പോവുകയാണെന്നും പറഞ്ഞാൽ കൂടെ അങ്ങ് പോകുന്നിടത്ത് പിന്നെ ഇവരിന്ന് വണ്ടിയിലിരുന്ന് സെൽഫികൾ എടുക്കുന്നിടത്ത് ഒക്കെ ആയിട്ട് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.